രാത്രി എല്ലാം ടീരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പോൾ പോട്ട് ജസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നീ പോയി വെള്ളം ഉണ്ടായി കഴിക്കട്ടെ. അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈനിൽ പ്രഷർ കുറവാണ്. നമ്മളിവിടെ പറഞ്ഞത് FCBക്ക് പഴയ ഇഷ്യൂ വീണ്ടും വന്നു. 1000 വെച്ചിട്ടും 800 പറഞ്ഞുള്ളൂ. കുറച്ചും കൂടി ലെവല് ഡൗൺ ആവണമെങ്കിൽ FCB താഴെ പോയി അവിടെ ചെന്ന് ഓപ്പൺ പിടിക്കേണ്ട പരിപാടി കേട്ടോ. റെഡിയാക്കി തുറന്നു പറഞ്ഞാൽ അടുത്ത കംപ്ലൈൻറ്റ് വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് വഴി വീണ്ടും അപ്ലൈ ആയിട്ട് ചെയ്യുന്നിട്ട് ആവുന്നില്ല. FCയുടെ എടുക്കുന്നില്ല. ആ സിസ്റ്റത്തിന് ചെറിയ പ്രശ്നം പറ്റി. അപ്പോൾ അതും കംപ്ലൈൻറ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് തരണം കേട്ടോ. ഇന്നലെ വന്ന റൂൾ തൊട്ടാ. ഇന്നലെ തൊട്ട് ഇങ്ങനത്തെ റൂൾ വന്നതാണ് നമുക്ക്. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അങ്ങനെ വന്നേന്ന്. പെട്ടെന്ന് വന്ന റൂളാണ് നമ്മളടുത്ത്. ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നായിരിക്കും. മിനിസ്ട്രിയിലെല്ലാം ഓർഡറുകൾ വരും. എത്ര ദിവസം കൊണ്ട് കംപ്ലൈൻറ്റ് ഇത് സൊല്യൂട്ട് ചെയ്യണം. 12 ഒരു ദിവസം എന്തോ ആണ്. 12 മണിക്കൂർ ഒരു ദിവസം എന്തോ ആണ്. മൂവ്മെൻ്റ് ഉണ്ടാ ഈ സൈഡ് വൈസുള്ള ഇതൊന്നും ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യമേ ഒരു ഇഴക്കം വീണ് കയറി 1 മിനിറ്റില്ല മൂവ്മെൻ്റ് 100 പിപ്പ്. പിന്നെ വീണ്ടും ഇവിടെ വന്ന് മേളിലോട്ട് കയറി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നോക്കി എടുക്കണം. ട്രേഡിങ് അത് തന്നെ ടൈമിങ് നോക്കി എടുക്കണം. ഞാൻ പറഞ്ഞൊന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് റീടെസ്റ്റിൻ്റെ പോയിന്റ് വന്ന് ട്രേഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ടാർഗറ്റ്. പാർഷ്യലൊക്കെ 1:4 ഇറങ്ങണം. 1:4 ഇവിടെ നിന്നൊക്കെ പാർഷ്യൽ ഇറങ്ങണം. റൂള് തെറ്റി. ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ 1:, നല്ലൊരു തോന്നി കേട്ടോ. ലോസ് ഓക്കെ 1 തോന്നിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 1:2 ഇവിടെ എത്തുമ്പോൾ 10, 1:3. കറക്റ്റാണ് എടുത്തേക്കണം. പക്ഷേ എന്നിട്ടും ട്രേഡിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയതാണ്. 10 അല്ല 20, 50 അടിച്ചതാണ്. പറഞ്ഞാൽ നെറ്റൊരു സുഖമില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റണ്ട. ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 20, 50 എക്സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തതിനുള്ള ഹോൾഡിങ്ങാണ്. ഒരു 20 ഹോൾഡിങ്ങാണ്. പിന്നെ ടാർഗറ്റ് വലിയ ഹോൾഡിങ്, വലിയ 20 ഹോൾഡിങ്. ഓക്കെ, ഇവിടെ നിന്ന് എക്സെറ്റ് ആയിട്ടുണ്ട്. 20 അല്ല 10. ബാക്കി 20 എക്സെറ്റ് ആയി പോട്ട്. ഇവിടെ ഇനി ഒരു 10 കൂടി ഉണ്ട്. 10 ഹോൾഡിങ് ഇവിടെ നിന്ന് എക്സെറ്റ് ആയിട്ടുണ്ട്. 20 കുഴപ്പമില്ല. അടുത്ത് 10 ഹോൾഡിങ്. അടിച്ചായിരുന്നു കേട്ടോ. ഓക്കെയാണ്. ഒന്നും ചെയ്യാനില്ല. ഇനിയൊന്നും ചെയ്യാനില്ല. അടുത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഓവർഫ്ലോ ആയി കഴിഞ്ഞു. നെറ്റില്ലാത്തതുകൊണ്ട് പക്ഷെ വാച്ച് ചെയ്യാൻ നോക്കാം. അതേ അടുത്ത നോക്കിക്കൊണ്ടിരുന്നിട്ട് അങ്ങോട്ടെനിക്ക് യോജിക്കുകയാണല്ല ഓരോ ട്രേഡ്. ഞാൻ കട്ട കൺഫ്യൂസ് ആയിരിക്കും. കൺഫ്യൂഷനിൽ അത് എടുത്തിട്ട് കാര്യമില്ല. EMIയിൽ അത് അപ്പ് കാണിക്കുന്നു. പക്ഷെ എൻ്റെ ഫീലിങ്സ് അത് ഡൗൺ എന്ന് പറയുന്നത്.
പക്ഷേ ചാർട്ട് ട്രെൻഡിൻ്റെ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കാണിക്കുന്നു. ഫോബോ ഫീലിങ്ങിനെ നിർത്താൻ വേണ്ടി എത്ര പാടുവരണമെന്നറിയാമോ? ഭയങ്കര പാടാ. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഉണ്ട് ഈ ചാടി കടിച്ച് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. മിസ്സാവും. ചായ കുടിക്കുകയാണ് ഒക്കെയാണ്. അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര ഒരു ബോറിങ് ഫീൽ. ചായ കുടിച്ചിട്ട് അവിടെ പോയി നോക്കണം എൻ്റെ രായ ട്രെൻഡ്. ബാക്കിയെല്ലാം അഡ്ജസ്റ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ പോലെ അപ്പു തന്നെയായിരുന്നു. കുഴപ്പമില്ല, അതും ക്യാപ്ചർ ചെയ്തിരുന്നെങ്കിൽ ബോസ് ആയേനല്ലേ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഗുഡ് മോർണിംഗ് ഗായ്സ്. നേരത്തെ പറഞ്ഞാൽ പോയി ചെടിയൊക്കെ ഒന്ന് നോക്കി പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാവണം. അതെ ഉണ്ടല്ലോ. ഞാൻ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പോയി ഒന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് ഓക്കെ സെറ്റാക്കുക. കറി ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കി ഇനി കഴിക്കാൻ പോകുക. ഇതും ജസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ കിടന്നങ്ങ് ഉറങ്ങണം. കൂട്ടി കയറണം കേട്ടോ. ടൈമായി. ആകാശം കാണാനും കൊള്ളാം കേട്ടോ. സെറ്റായിട്ടാ. കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ള എന്തൊരു ഞങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് അനാലിസിസ് ചെയ്ത് വിടുക. അത് തന്നെ പറഞ്ഞാൽ നേരെ പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ് ഇവിടെ. ഞാൻ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഒരു രക്ഷയില്ല. ജോലി ചെയ്തതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അടുത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ റീഡിങ് 2 എടുത്തതിൽ ഒരെണ്ണം സെലക്ട് ഒക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയി മീറ്ററുള്ള ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് സെറ്റാക്കുക. മീറ്ററിൻ്റെ ഫോട്ടോ അങ്ങ് എടുത്താൽ മതി കേട്ടോ. റീഡിങ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ മിസ്സായി പോയി കേട്ടോ. കമ്പ്യൂട്ടർ ചെക്കിങ്ങിലായിരുന്നു. ഇനി കുഴപ്പമില്ല. അടുത്തുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങും ഗെയിം കളി, അതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എല്ലാം അതിൻ്റെ ടൈം അനുസരിച്ച് അതൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.